നാളെ വരും, നാളെ ഉച്ചയ്ക്ക് വരും. നമ്മളിവിടുന്ന് ഇറങ്ങും. എന്താ പാടം ലൈറ്റ് മറ്റേ ലൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റപ്പ് ഇടാം. ഇത്ര സൂമിൽ അനങ്ങാൻ നിൽക്കുന്നുണ്ടോ? കുഞ്ഞ് പാല് കുടിക്കുന്ന പടങ്ങളാണ്, ഫീഡ് ചെയ്യുന്ന പടങ്ങളൊക്കെ വളരെ കുറവല്ലായിരുന്നു. ഇത്ര സൂമിൽ സാധനം അനങ്ങാൻ നിൽക്കുന്നുണ്ടോ? എൻ്റെ ക്യാമറ സന്തോഷം തന്നാ അല്ല ക്യാമറ കേട്ടാ. 10 വർഷമായിട്ട് ക്യാമറ ഫീൽഡിലുണ്ട്. പക്ഷെ നമ്മൾ പ്രൈമായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇതേപോലെ സാധനം കൂടെ കിട്ടും. നിങ്ങൾ അതെടുത്താൽ മതി. ആരുടെ എവിടെയാ പുള്ളിയുള്ള? എനിക്കറിയാം, ബിജുവിനെ അറിയാം. തിരുവനന്തപുരം വർഷങ്ങളായിട്ട് പെരിയാർ റേഞ്ച് മാത്രം എഴുതി കൊടുത്തിരിക്കുന്നത്. ബിജു ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാത്ത കാരണം നമ്പറില്ല. നമ്മൾ പരിചയമുണ്ടല്ല. ഈ സാധനം ഫ്രെയിം ഔട്ടായി പോകുന്നുണ്ടെന്ന് ചോദിക്കണം. ഞാൻ വർത്താനമൊക്കെ പറഞ്ഞിരിക്കും. ഒരു സാധനം അങ്ങനെ പോകുന്നു. മാറി ഇതാ മനുഷ്യ കുഴപ്പമില്ല. കുഞ്ഞിനെ ഇപ്പുറത്ത് വിടുന്നില്ല. അവന് മണം പിടിച്ചപ്പോ ഇപ്പുറത്താണ് പ്രശ്നമുള്ളത്. കുഞ്ഞിനെ അപ്പുറത്ത് മറിച്ച് കാണാൻ പോലും പറ്റത്തില്ല. അല്ല, നമ്മളിപ്പോ വെള്ളം കുടിക്കുന്ന കുപ്പിയൊന്നും കളയരുത്. അതിനകത്ത് ഒരു കുപ്പി വെള്ളം എടുത്തിട്ട് വേണം ബാത്റൂമിലൊക്കെ പോകാൻ. ഇവിടെ മൊത്തം മാറാ ഫ്രെയിം ഇതുണ്ടോ, സ്റ്റിൽ ഫ്രെയിം നിൽക്കണതൊക്കെ. ഇത് കണ്ട ട്രൈപ്പോഡാ നിൽക്കണം. ട്രൈപ്പോഡ് ഒരു കാലം തളർന്നു കിടക്കുവാണ്. എനിക്കനങ്ങാൻ പറ്റുന്നത് എന്നെ മുട്ടിക്കുമല്ലേ. ഞാനെങ്കിൽ അവിടെ പറയും പോവും. അതുകൊണ്ട് ഞാനും അനങ്ങാതിരിക്കുന്നു. സപ്പോർട്ടിങ്ങിന്റെ ആ സപ്പോർട്ട് വെച്ചാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. വേണ്ട, അത് വേണ്ട. അതിനെക്കാട്ടും നല്ല കനോണ്ട് ഏതെങ്കിലും എടുക്കാം. ഒരു 10 രൂപ എടുക്കാം. അത് നമുക്ക് രാശേട്ടന് എടുക്കാൻ താല്പര്യം ഞാൻ പറയാം. എനിക്ക് താല്പര്യമുണ്ട്, പക്ഷെ ഇപ്പൊ ഉടനെയല്ല. ഞാൻ പറയാം എന്തെങ്കിലും സാധനം പോലെ പൈസ പിന്നെ കൊടുത്താൽ മതിയുള്ളവരാണെങ്കിൽ നമുക്ക് മേടിക്കും. ഏതാണ്ട് അത് പേപ്പർ ഒട്ടിച്ചാൽ മതി. അത് കുഴപ്പമില്ല, അത് വലിയ പ്രശ്നമൊന്നുമില്ല. എന്റെ പൊന്നു മനുഷ്യ, നിങ്ങളൊന്ന് മാറി. അമ്മനാണോ അവൻ സ്കൂളിൽ പോയിട്ടില്ലല്ലോ. അവൻ എവിടെയാണ് പഠിച്ചത്? മറ്റേ മണ്ണഞ്ചേരിലാണോ? മണ്ണഞ്ചേരിലൊന്നുമില്ല. അവിടെ അതിനുള്ള യോഗ്യത ഒന്നും ഇല്ല. സ്കൂൾ വരേണ്ട കൂട്ടും പാരലായിട്ട് പഠിച്ചിട്ട്. എന്റെ പൊന്നു മാഷ ഒന്ന് മാറി. ഞാനിപ്പോ ഇച്ചിരി ഔട്ട് ചെയ്തു. ഓ, ഇന്നലെ നമ്മുടെ സൗണ്ട് കേട്ടാ നമ്മൾ സൈലന്റായിട്ട് നിൽക്കണം. അതെല്ലാം അളവ്.